ദൈവം തന്നു നമ്മെ കാത്തിടുന്നു. മണ്ണും മലയോ നിർമ്മിച്ചതിനായി മുന്നമേ താൻ വാഴുന്നു. മണ്ണും മലയോ നിർമ്മിച്ചതിനായി മുന്നമേ താൻ വാഴുന്നു. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയോ വേണ്ടിനിയോ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയോ വേണ്ടിനിയോ. രാവിലെ തഴച്ചു വളർന്നു പൂവിടുന്ന പുല്ലുപോലെ. രാവിലെ തഴച്ചു വളർന്നു പൂവിടുന്ന പുല്ലുപോലെ. മേൽവിടർന്നു മനുഷ്യർ വാടി വീടിടുന്നു വിവശത. മേൽവിടർന്നു മനുഷ്യർ വാടി വീടിടുന്നു വിവശത. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയോ വേണ്ടിനിയോ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയോ വേണ്ടിനിയോ. നന്മ ചെയ്തു നാട്ടിൽ പാർത്തു നമുക്കു ദൈവ സേവ ചെയ്യോ. നന്മ ചെയ്തു നാട്ടിൽ പാർത്തു നമുക്കു ദൈവ സേവ ചെയ്യോ. ആശ്രയിക്കാവനിൽ മാത്രം അനുഗ്രഹങ്ങൾ തരുമവൻ. ആശ്രയിക്കാവനിൽ മാത്രം അനുഗ്രഹങ്ങൾ തരുമവൻ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയോ വേണ്ടിനിയോ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയോ വേണ്ടിനിയോ. നിത്യനാടു നോക്കി നമ്മൾ യാത്ര ചെയ്യോ എന്നു മന്നൽ. നോക്കി നമ്മൾ യാത്ര ചെയ്യോ എന്നു മന്നൽ. എത്തും വേഗം നിശ്ചയമായി പുത്തൻ ശാലേ പുരമതിൽ. എത്തും വേഗം നിശ്ചയമായി പുത്തൻ ശാലേ വിവസങ്ങൾ. നമുക്ക
ഒക്കെ കാണണം. ദൈവത്തിന് മൊത്തം ദൈവത്തിന് മൊത്തം ഇന്നിവിടെ നിൽപ്പാൻ ദൈവം തന്നെ കൃപയ്ക്കാർ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ ഭാവനയുടെ പേര് എൻ്റെ സഭ. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സഭയിൽ തൃപ്തനല്ല. അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞ ഏറ്റവും നല്ലൊരു സഭ തേടുകയായിരുന്നു. അതിനാൽ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. എല്ലാം തികഞ്ഞ ഒരു ചർച്ച കണ്ടെത്താൻ എന്നെ സഹായിക്കാൻ അദ്ദേഹത്തെക്കാൾ മികച്ച മറ്റാരുമില്ല. എല്ലാറ്റിനുപരി അദ്ദേഹം നിരവധി സഭകളുടെ സ്ഥാപകനാണ്. അവരെയെല്ലാം അദ്ദേഹത്തിന് നന്നായി അറിയാം. നമുക്കൊന്ന് ഫോൺ ചെയ്യാം. ഹലോ, പൗലോസ് അപ്പോസ്തലനാണോ? അതെ, പൗലോസാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സഹോദര, ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമാണ്. എന്തെന്നാൽ ഞാൻ ഇപ്പോൾ പോകുന്ന സഭയെക്കുറിച്ച് എനിക്ക് അതിയായ നിരാശയാണ്. അവിടെ തുറന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിനാൽ ഇപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ഒരു സഭ തിരയുകയാണ്. ഞാൻ കൊരിന്ത്യ സഭയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതെങ്ങനെയുണ്ട്? കൊള്ളാവുന്ന സഭയാണോ? നോക്കൂ സ്നേഹിത, കൊരിന്ത്യ സഭയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അസൂയ, പിണക്കം, കുശുമ്പ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ എഫെസസിലെ സഭയുടെ കാര്യമോ? അവിടെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സഭയാണ്. എന്നാൽ ഈ ഇടയായി സ്നേഹമില്ലാത്ത ധാരാളം ആളുകൾ അവിടെ കൂടി വരുന്നുണ്ട്. എന്നാൽ തെസ്സലോനിക്ക സഭയെ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ഫിലിപ്പിയറുടെ ചർച്ചിലേക്ക് പോയാലോ? അത് നല്ലൊരു സഭയാണ്. എന്നാൽ അവിടെ വിയോജിപ്പുള്ളവരും പരസ്പരം സംസാരിക്കാത്ത ആൾക്കാരുമുണ്ട്. ആളുകൾ അപൂർണരായതിനാൽ സഭയിൽ പോകുന്നത് നിർത്തരുത്. പകരം സഹോദരങ്ങളെ ഉപദേശിക്കുക, നിങ്ങളെ തന്നെ ദൈവത്തിന് ലഭ്യമാക്കുകയും ഒപ്പം നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ അന്നത്തെ പ്രസംഗം നിങ്ങളെ പ്രസാദിപ്പിക്കുകയോ ഇല്ലയോ എന്ന് വിഷമിക്കാതെ, മറിച്ച് നിങ്ങളുടെ ജീവിതം യഹോവയെ പ്രസാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ യാഗമായി സമർപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാവന നിർത്തുന്നു. നന്ദി. ഭാവന പറയാൻ പ്രചിത്രമായിട്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് സന്ധ്യാഞ്ജലി. അത് കഴിഞ്ഞ് ചെറിയൊരു ഷോർട്ട് മെസ്സേജ് പാസ്റ്റർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലെ 51 ശാസ്ത്ര സത്യങ്ങൾ, അതിൽ ഭൂമിയെ പറ്റിയാണ് ഞാൻ വായിക്കുന്നത്. 1 ഉരുണ്ട ഭൂമി. 5 അതിൽ 1 ഉരുണ്ട ഭൂമി. നാം അധിവസിക്കുന്ന ഈ ഭൂമി ഉണ്ടായത് എങ്ങനെയാണ്? നാസ്തികരോടും പരിണാമവാദികളോടും ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ മറുപടിയായിരിക്കും കിട്ടുക. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വീണ് കാലങ്ങൾക്ക് ശേഷം ഘനീഭവിച്ച് രൂപാന്തരപ്പെട്ടതാണ് ഈ ഭൂമിയെന്ന് 18ാം നൂറ്റാണ്ടിൽ ലാപ്ലസും ഗാമോയും സിദ്ധാന്തിച്ചു. എന്നാൽ ഈ മഹാസ്ഫോടക സിദ്ധാന്തം വസ്തുനിഷ്ഠമായി ഇന്ന് വരെയും തെളിയിച്ചിട്ടില്ല. അഭ്യൂഹങ്ങളിൽ അധിഷ്ഠിതമായ ഈ വാചകത്തിന് വലിയ ആധികാരികത ഉണ്ടോ? ഈ സിദ്ധാന്തം അംഗീകരിച്ചാൽ പോലും പിന്നെയും ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. സൂര്യൻ എങ്ങനെ ഉണ്ടായി? സൂര്യഗോളം പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ട്? എപ്പോൾ? കോടാനുകോടി വർഷം എന്തുകൊണ്ട്? എപ്പോൾ? കോടാനുകോടി വർഷം മുമ്പ് നടന്ന സംഭവം ആര് കണ്ടു? എന്താണ് തെളിവ്? ഇന്ന് എന്തുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നില്ല? പൊട്ടിത്തെറിച്ച് വീണ ഭൂമി ഉരുണ്ടിരിക്കുമോ? തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം എങ്ങനെ ഘനീഭവിച്ചു? സമുദ്രമില്ലാതെ മഴ പെയ്യുമോ? മഴ പെയ്യാതെ മാഗ്മയിൽ സസ്യം കിളിർക്കുമോ? മഞ്ഞും മഴയും ഇല്ലാതെ മാഗ്മ എങ്ങനെ തണുത്തുറഞ്ഞു? ഉത്തരമില്ലാത്തവയെ അന്ധമായി വിശ്വസിക്കുകയോ തെളിവില്ലാത്തത് വിശ്വസിക്കുന്നത് യുക്തിവാദത്തിന് ചേരുമോ? നിസ്സംശയ ഭാഷയിൽ ബൈബിൾ പ്രഖ്യാപിക്കുന്നു, ആദിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ഭൂമിയുടെ ആകൃതിയെ കുറിക്കുന്നതാണ് മറ്റൊരു വസ്തുത. ഭൂമി പരന്നതാണെന്ന് ഒരു കാലത്ത് പഠിപ്പുള്ളവർ പോലും വിശ്വസിച്ചിരുന്നു. എന്നാൽ AD 1475 ഭൂമി ഗോളാകൃതിയിലുള്ളതാണെന്ന് കോപ്പർനിക്കസ് കണ്ടുപിടിച്ചു. ഒരു നൂറ്റാണ്ടിന് ശേഷം ബ്രൂണോയും ഗലീലിയോയും ഇതേ സത്യം പ്രസ്താവിച്ചു. വേദപുസ്തകത്തിൽ വേണ്ട പോലെ അറിവില്ലാത്തതിനാൽ കത്തോലിക്ക സഭ ഗലീലിയോയെ ചോദ്യം ചെയ്തു.
ഗലീലിയോയുടെ കണ്ടുപിടുത്തം ശരിയാണെന്ന് പിൽക്കാല ചരിത്രം തെളിയിച്ചു. കത്തോലിക്ക സഭ പിന്നീട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിളിൽ 5 ഭൂമി ഉരുണ്ടതെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. BC 2000 മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായ യോബും BC 900 അടുത്ത് ജീവിച്ചിരുന്ന ശലോമൻ രാജാവും യെശയ്യാവ്, ഇരമ്യാവ്, ഹബക്കൂക്ക് എന്നീ പ്രവാചകന്മാരും ഭൂമി ഉരുണ്ടതാണെന്ന് എഴുതിയിരിക്കുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോൾ അവൻ ഭൂമണ്ഡലത്തിൽ മീതെ അധിവസിക്കുന്നു. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമി മണ്ഡലത്തെ സ്ഥാപിച്ചു. ഇയ്യോബ് 34:13, സദൃശ്യവാക്യം 8:27, യെശയ്യാവ് 40:22, ഇരമ്യാവ് 11:12, ഹബക്കൂക്ക് 1:6. മണ്ഡലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സർക്കിൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഹഗ എന്നാണ്, അതിന് വൃത്തം എന്നാണ് അർത്ഥം. വേദപുസ്തകം എഴുതുന്ന കാലത്തിലുള്ള ജനം ഭൂമി പരന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. യെശയ്യാവോ ഇരമ്യാവോ ആ അറിവ് അനുസരിച്ച് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ബൈബിൾ വ്യക്തിത്വ ശേഖരമായി മാറുമായിരുന്നു. 2 ശൂന്യതയിൽ നിൽക്കുന്ന ഭൂമി. ഭൂമിയുടെ നിലനിൽപ്പിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുവാൻ ശാസ്ത്രത്തിന് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നല്ലേ ഇന്ന് പഠിപ്പിക്കുന്നത്. ഭൂമിദേവിയുടെ കൈവെള്ളയിലോ ആനയുടെ പുറത്തോ ഭൂമിയെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞവരുണ്ട്. അനന്തൻ എന്ന സർപ്പത്തിന്റെ മുകളിലാണെന്നും അല്ല അറ്റ്ലസ് ദേവന്റെ തോളിലാണെന്നും ധരിച്ചവരുണ്ട്. എന്നാൽ ആകർഷണ ബലം കൊണ്ട് ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നു എന്നതാണ് സത്യം. ഇന്നേക്ക് 4000ഓളം വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന് മേൽ വിവരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഇയ്യോബ് 26:7. 3. ഭൂമി കറങ്ങുന്നു. ഭൂമി കറങ്ങുന്നത് കൊണ്ട് രാവും പകലും ഉണ്ടാകുന്നു എന്ന് നമുക്കിന്നറിയാം. ഒരു രാജ്യത്ത് രാത്രിയായിരിക്കുന്ന അതേ സമയം മറുവശത്ത് പകലായിരിക്കുമെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു. പക്ഷേ 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇക്കാര്യം യേശു വ്യക്തമാക്കിയിരുന്നു. യേശുവിന്റെ മടങ്ങിവരവ് ഒരു ആഗോള സംഭവമായിരിക്കും. അപ്പോൾ പല രാജ്യങ്ങളിലും പല സമയം, രാത്രി പകൽ ആയിരിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. സന്ധ്യയോ പ്രഭാതമോ ആയിരിക്കും. 2 പേർ വയലിലിരിക്കും. പകൽ. ലൂക്കോ 17:34-36. ക്രിസ്തുവിന്റെ സംഭാഷണങ്ങൾ തികച്ചും ശാസ്ത്രീയമായിരുന്നു എന്നും ഈ പ്രസ്താവന തെളിയിക്കുന്നു. ഭൂമിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ഈ ചലനത്തെ ഇയ്യോബും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബ് 38:31-33. 4. ഭൂമിയിൽ തിളച്ചു മറിയുന്ന മാഗ്മ. ഭൂമിക്കടിയിൽ നിന്ന് വെള്ളവും ചില ധാതു പദാർത്ഥങ്ങളും പണ്ട് മുതൽ തന്നെ കുഴിച്ചെടുത്തിരുന്നു. അതിനപ്പുറം ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന കാലത്ത് ബൈബിൾ ഇപ്രകാരം രേഖപ്പെടുത്തി: ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഇയ്യോബ് 28:5. ഭൂഗർഭ ഗവേഷണ സഹായിയായ ഗ്രാഫിക് മെഷീന്റെ സഹായത്താൽ ഭൂമിക്കടിയിൽ തിളച്ചു മറിയുന്ന മാഗ്മ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. 5. ഭൂമിക്കുള്ളിലെ എണ്ണ. മണ്ണിനടിയിൽ നിഗൂഢമായി സൂക്ഷിച്ചിരിക്കുന്ന നിരവധി വസ്തുക്കളും എണ്ണയും ഉണ്ട്. യഹൂദ ജനത്തോട് പ്രവാചനാത്മാവിൽ മോശ സംസാരിക്കുമ്പോൾ അവൻ സമുദ്രങ്ങളിലെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും എന്ന് പറഞ്ഞിരുന്നു. ഉൽപ്പത്തി 49:13, ആവർത്തനം 33:19-24, യെശയ്യാവ് 40:6, 60:15. 1935 എണ്ണക്കുഴലുകൾ പാലസ്തീനിൽ എത്തിയപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മോശ ചെയ്ത പ്രസ്താവന അർത്ഥവത്തായി തീർന്നു. ബൈബിളിൽ നിന്ന് ലഭിച്ച സൂചനകളാണ് അമേരിക്കൻ ഓയിൽ സ്റ്റാൻഡേർഡ് കമ്പനിയെ പരീക്ഷണാർത്ഥം സൗദിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഉൽപ്പത്തി 14:10 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സിദ്ദിൻ താഴ്വരയിൽ കീൽപുള്ളികൾ വളരെ ഉണ്ടായിരുന്നു. കീൽ എന്നത് പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപമാണ്. പുറപ്പാട് 3:2, ആവർത്തനം 33:17 എന്നീ വേദഭാഗങ്ങളിലും പെട്രോളിയത്തെ പറ്റി സൂചനകളുണ്ട്. ബൈബിൾ പറയുന്ന മണലിനുള്ളിൽ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നതും വലിച്ചെടുക്കേണ്ടതുമായ ആ ഉൽപ്പന്നത്തെക്കുറിച്ച് ബൈബിൾ നാടുകളിൽ ഗവേഷണം നടത്താൻ ചിലർ തയ്യാറായി. ഫലമോ മണലിനുള്ളിൽ എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തി. സന്ധാനം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു ചെറിയൊരു മെസ്സേജ് തന്നെ പാസ്റ്റർ ക്ഷണിക്കും. Praise the Lord. Hallelujah. നമ്മുടെ കരകോർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.
നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ദിവസത്തിൽ വളരെ മനോഹരമായി നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് നാം സിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് പ്രോഗ്രാം നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിൽ ഭാഗവാക്കായ എല്ലാവർക്കും വിശേഷാൽ സഭയുടെ ശുശ്രൂഷക നിലയിൽ ക്രിസ്തീയ വന്ദനത്തെയും നന്ദിയെയും ഇപ്പോൾ അറിയിക്കുന്നു. നമുക്ക് നന്നായിട്ട് പാടാൻ തക്കവണ്ണം പറ്റുന്നവരുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് നമുക്ക് അവതരണ ശൈലിയുണ്ട്. ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നുള്ള എല്ലാ കഴിവുകളും ദൈവം നമ്മുടെ കയ്യിൽ നൽകിയിട്ടുള്ള സ്തോത്രം. വിശുദ്ധ ബൈബിളിനകത്ത് തെളിവായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു വാക്കാണ്, കഴുതയുടെ പുറകെ പോയവനെ രാജാവാക്കി ദൈവം തീർത്ത വാക്കാണ് സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാരുടെ സഞ്ചാര വാഹനം എന്ന് പറയുന്നത് കുതിരയാണ് സ്തോത്രം. അപ്പോൾ കഴുതയുടെ പുറകിൽ യാത്ര ചെയ്യുന്നവൻ വിഴുക്ക് ചുമക്കുന്നവന്, ഭാരം ചുമക്കുന്നവന് മാത്രമായിരിക്കും. പക്ഷെ അവന്റെ കഴിവ്, അവനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വാക്ക്, അവൻ കോമളത്വമുള്ളവനാണ്, യുവത്വമുള്ളവനാണ്. അവൻ ഇസ്രായേലിൽ അവനെ പോലെ അവൻ കോമളത്വമുള്ളവൻ ആരുമില്ല. പക്ഷെ ആർക്കറിയത്തില്ല, അത് ശൗലിന് അറിയത്തില്ലായിരുന്നു. അപ്പൊ അവന്റെ കഴിവിനെ കുറിച്ച് അവന് തിരിച്ചറിയാൻ തക്ക കഴിയാത്ത സ്ഥാനത്ത് അവന്റെ കഴിവിനെ കുറിച്ച് ദർശകനായ ശമുവേലിനെ കൊണ്ട് ദൈവം ആ കഴിവിനെ തിരിച്ചറിഞ്ഞു. കരമൂർത്തി സ്തോത്രം ചെയ്യാമോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ താലന്തുകൾ വിഭാവനം ചെയ്യാൻ തക്കവണ്ണം വേദി കൊടുത്തത് ഈ പുസ്തകത്തിന്റെ ദൈവമക്കളാണ്. സ്തോത്രം. ഓർത്തോണം, ഏറ്റവും കൂടുതൽ പബ്ലിക്കിൽ നിന്നുകൊണ്ട് ജനത്തെ അഭിസംബോധന ചെയ്യാൻ തക്കവണ്ണം കരുത്തു കൊടുത്തതും ഈ വിശുദ്ധ പുസ്തകം മാത്രമാണ്. പാടാനാകട്ടെ, അല്ലെങ്കിൽ എഴുതാനാകട്ടെ, അല്ലെങ്കിൽ കവിത ചൊല്ലാനാകട്ടെ, എന്ത് വേണമെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്സ് പ്ലേനാകട്ടെ, ഒക്കെയുള്ള കഴിവ് കൊടുത്തു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദൈവദാസന്മാർ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഷംബോൾ സാർ കഴിഞ്ഞ ദിവസം വാക്ക് പറഞ്ഞു, മലയാളികളെ പോലെ കഴിവുള്ളവൻ ലോകത്തിൽ വേറെ ആരുമില്ല. ഏത് ഭാഷ പഠിക്കാനും കഴിവുള്ളവർ മലയാളികളാകുന്നു. ഏത് കാര്യം ഏൽപ്പിച്ചാലും ഹാർഡ് വർക്ക്, അതാണ് പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്യാൻ ദൈവം മലയാളികൾക്കുള്ള ഒരു ദൈവകൃപ ദൈവം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വിശേഷതകൾ മൊത്തം അവരെ കയ്യിലേൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം തമിഴിലോ അല്ലെങ്കിൽ ഹിന്ദിക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷക്കാരോ ഇംഗ്ലീഷുകാരോ സംസാരിക്കാൻ തുനിഞ്ഞാൽ അവരല്പം ബുദ്ധിമുട്ടി മാത്രമേ പഠിക്കത്തുള്ളൂ. എന്നാൽ മലയാളികൾ ഏത് ഭാഷ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ അവർ നാവിന് വഴങ്ങുന്നത് ഉണ്ടെന്ന് വാക്ക്. അവർ അതുകൊണ്ട് അടുത്ത വാക്ക് ലോകത്തിന്റെ, ഞാൻ കഴിഞ്ഞ ദിവസം മക്കളോട് പറഞ്ഞു അറിയത്തില്ല, പക്ഷെ ഞാൻ ഇവിടെയൊക്കെ ആ വാക്ക് പറഞ്ഞു. അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ട്. അമേരിക്കയുടെ ഫ്ലാഗ് നോക്കുമ്പോൾ 50 നക്ഷത്രം കാണാം. ഈ 50 നക്ഷത്രവും 50 സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നതാകുന്നു 50 നക്ഷത്രവും. ഈ 50 സ്റ്റേറ്റിനകത്തും ദൈവം ക്രിസ്ത്യാനികളായ മലയാളികളെ ആക്കിയിട്ടുള്ളതാണ്. അത് നാം ആരും പറഞ്ഞല്ല, പെന്തിക്കോസ്തുകാരും പറഞ്ഞല്ല, നമ്മുടെ മലയാള മനോരമയുടെ ചാനലാണ് അതിന് സർവേ എടുത്തത്. അവരെല്ലാ സ്റ്റേറ്റിലും സഞ്ചരിച്ചിട്ട് അതിനെക്കുറിച്ച് സർവേ എടുത്ത സമയത്താണ് പറഞ്ഞത് വാക്ക്, 50 സ്റ്റേറ്റിനകത്തും കഴിവുള്ള, കരുത്തുള്ള, ഹാർഡ് വർക്ക് ചെയ്യുന്ന, ടാലന്റുള്ള മലയാളികളെ ദൈവമാക്കി വെച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ തമിഴില്ലെന്നല്ല. ദൈവം അങ്ങനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളതില്ലേ. ഇനി രണ്ടാമത്തെ വാക്ക്, ഏറ്റവും സമ്പന്നന്മാർ മലയാളികളെന്നാണ്. ഹലോ, ഏറ്റവും സമ്പന്നന്മാർ മലയാളികളാണ്. മൂന്നാമത്തെ വാക്ക്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആർക്കാണ് ദൈവം മലയാളിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, ഇന്ത്യയുടെ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 28 സ്റ്റേറ്റിനകത്തും ഏറ്റവും കൂടുതൽ മലയാളികളെയാണ് ദൈവം മിഷണറിമാരായിട്ടാക്കിയത്. ഇപ്പോൾ തമിഴ് സ്റ്റേറ്റുമുണ്ട്, 3 ആന്ധ്രക്കാരുമുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ തലപൊക്കി നിൽക്കുന്നത്
അമേ സ്തോത്രം മലയാളികളെയാണ് ദൈവാത്മാക്കി വെച്ച വാക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, അത്രമാത്രം ടാലന്റുകൾ ദൈവം നൽകിയിട്ടുണ്ട്, അത്രയും കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്, അത് കൊടുക്കാനുള്ള മനസ്സ് നൽകിയിട്ടുണ്ട്. അത് അധികം ചെലവിട്ടതല്ല, സുവിശേഷ പ്രവർത്തനത്തിനാണ് മലയാളികൾ ചെലവിടുവാടിയാക്കിയത്. അപ്പൊ ഇത്രയും വിശേഷ ടാലന്റുകൾ ദൈവം മലയാളികളായ നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് നന്നായിട്ട് അഭിമാനിക്കാൻ തക്ക കഴിവുണ്ട്. സ്വന്തം കാര്യം മനസ്സിലാകുന്നുണ്ടോ? അത്രയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ തക്കവണ കഴിവുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, കഴുതയുടെ പുറകിൽ പോയവന് കാര്യങ്ങൾ അറിയാവുന്ന സ്ഥാനത്ത് അവനെ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് അവനെ കഴിവിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് നിന്നെ യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവാക്കി വെച്ചു. ഞെട്ടിപ്പോയി. നമുക്ക് പാടാൻ കഴിവുണ്ട്, പാടി വരുമ്പോഴേ നമ്മൾ അനേകം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പാടത്തുള്ളൂ. നമുക്ക് അവൻ പ്രസംഗിക്കാൻ കഴിവുണ്ട്, പല ആവർത്തി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രസംഗകരായി മാറാൻ കഴിയും. നമുക്ക് ചില വിഷയത്തെ സബ്ജക്റ്റുകൾ അവതരിപ്പിക്കാൻ പറ്റും, ഉപന്യാസങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഭാവനകളോ അവതരിപ്പിക്കാൻ പറ്റും. അത് നമ്മൾ അല്പം കൂടി ഒന്ന് താല്പര്യപ്പെട്ടോ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അവതരണ ശൈലി ദൈവം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ അനുവാചകരെ കയ്യിലെടുക്കത്തക്ക നിലയിൽ പലപ്പോഴും എന്നോട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ പോലും ഒരു അരോചകം പാസ്റ്റർ മെസ്സേജ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ നന്ദി ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന കാര്യം, അനുവാചകർക്ക് അരോചകം ഉണ്ടാകാതെ വണ്ണം അവർക്ക് അവർ ചെവിക്കത്ത് ഇമ്പമായും അവർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ശുശ്രൂഷിപ്പാൻ നൽകിയിട്ടുണ്ടെങ്കിൽ കുറെ എക്സ്പീരിയൻസ്, കുറെ പ്രാവശ്യം അല്ലെങ്കിൽ നാണമില്ലാതെ, നാണമുള്ളത് കൊണ്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ പറ്റത്തില്ലാത്തവർ മാറി നിന്നുകൊണ്ടോ അല്ല, അവ ഒരു നാണമില്ലാതെ ടാലന്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അനുവാദകരെ അല്ലെങ്കിൽ കേൾവിക്കാരെ നമ്മുടെ കയ്യിലോട്ട് എടുക്കാൻ തക്കണം പറ്റിയത് വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന കാര്യം, നമ്മുടെ ഈ കൊച്ചു സഭയ്ക്കകത്ത് നിന്നും അവൻ പാട്ട് എഴുതാനുള്ളവരും പാടാനുള്ളവരും ഇതിനകത്തുണ്ട്. ആ ഉപന്യാസം എഴുതാനും അവതരിപ്പിക്കാൻ ശൈലിയുള്ളവനകത്തുണ്ട്. നല്ല വാക്ചാര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നതിനകത്തുണ്ട്. നന്നായിട്ട് താളത്തോടെ ലയത്തോടും ചേർന്നുകൊണ്ട് പാടാൻ കഴിവുള്ളവനകത്തുണ്ട്. അപ്പൊ എല്ലാ ശ്രുതി മധുരമായി പാടാൻ എല്ലാ കഴിവ് ദൈവാത്മ നൽകിയിരിക്കുമ്പോൾ ഓർത്തോണം, അവൻ ദൈവം നമ്മെ ഓർത്തു, ദൈവം നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ശ്രോത്ര. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്ക് നന്നായി കാണുന്നുണ്ട്, കർത്താവിന്റെ സാദൃശ്യത്തിലും കർത്താവിന്റെ സ്വരൂപത്തിലും ദൈവം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ദ ഫുൾഫിൽ, നമ്മളെ അകത്ത് എല്ലാ നിലയിലും കൊണ്ട് നിറച്ചു, അല്ലെ, എല്ലാത്തിനും നിറച്ചു. പക്ഷേ നമ്മൾ പലപ്പോഴും എന്താകുന്നില്ല അശോച, നമ്മളത് പലപ്പോഴും എനിക്ക് പറ്റത്തില്ല, ഞാൻ പറഞ്ഞാൽ അത് മറ്റുള്ളവരെന്നെ കളിയാക്കും, എന്നെ ഞാൻ അതുകൊണ്ട് ഓരോ പറ്റി സഞ്ചരിക്കുന്ന ഒരു പെന്തിക്കോസ്തുകാരായി പോകാം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നാം ആകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോദരൻ, ഞാനൊരു ഉദാഹരണം കൂടി പറയാം. 12 പ്രാവശ്യം ഞാൻ പറഞ്ഞു തോന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ ചിന്തയിലേക്ക് ഇപ്പോൾ വന്നതുകൊണ്ട് ഞാൻ പറയാം. ഈ സൺഡേ സ്കൂൾ പഠിച്ച ഒരു കുഞ്ഞ്, സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറി സമയത്ത് ടീച്ചർ വളരെ എനിക്ക് തോന്നുന്നു ബിഗിനർ ആയിരിക്കാം കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനോട് ടീച്ചർ പറഞ്ഞു, 23-ാം സങ്കീർത്തനത്തിൽ 6 വാക്യമുണ്ട്. ഈ 6 വാക്യത്തെ നന്നായിട്ട് തെറ്റില്ലാതെ വണ്ണം വാർഷിക സമയത്ത് അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മോന് ഞങ്ങൾ സമ്മാനം തരാമെന്ന്. സമ്മാനം. അപ്പൊ അങ്ങനെ ആ സമ്മാനം എന്ന പദം അവൻ കേട്ടപ്പോൾ അവരുടെ ടീച്ചർ എന്ന് പറഞ്ഞു. അവൻ അതുകൊണ്ട് ആ വാർഷിക ദിവസത്തിന് വേണ്ടി അവൻ ട്രൈ ചെയ്യാണ്. ആമേ, എങ്ങനെ യഹോവ എൻ്റെ ഇടലാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പക്ഷിയപ്പുറത്ത് നടത്തുക എന്ന പാട്ട് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്കാണ് പറഞ്ഞേ, നന്മയും കരുണയുടെ ആയുഷ്കാലമൊക്കെ പിന്തുടരുന്ന യഹോവയുടെ ആലയത്തിൽ 6-ാമത്തെ വാക്യം. അങ്ങനെ ഈ 6 വാക്യവും അവൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചവെള്ളം പോലെ അവൻ പഠിച്ചു, വളരെ പച്ചവെള്ളം പോലെ പഠിച്ചു. അപ്പൊ ഇത്രയും പച്ചവെള്ളം പോലെ അവൻ പഠിച്ച് അവതരിപ്പിച്ച് വന്നിട്ട് ആ സമയം വാർഷിക ദിവസമായി.
എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ഊഴം വന്നു. അവന്റെ ടൈം വന്ന സമയത്ത് അവന്റെ പേര് വിളിച്ചു. അവൻ തല പൊക്കി, വളരെ വികലനാണ്. അവൻ 4 വയസ്സോ 4.5 വയസ്സോ ഒക്കെ മാത്രം പ്രായമുള്ളൂ. അവൻ തല പൊക്കി, അവൻ ആ സ്റ്റേജ് 100 കണക്കിന് ഓഡിയൻസ് ഉള്ള സമയത്ത് അവൻ ചാടി എണ്ണീറ്റ്, കാര്യം പച്ചവെള്ളം പോലും പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അവതരിപ്പിച്ചാൽ മാത്രം മതി, അവൻ സമ്മാനം കിട്ടുന്നതാണ്. അതുകൊണ്ട് അവൻ ഓടി വന്ന് തല പൊക്കി, ഒരു നാണക്കേടോ ഒരു സ്റ്റേജ് ഫിയറോ ഒന്നുമില്ലാതെ വേണം അവൻ ഇങ്ങനെ ഓടി വന്നിട്ട് മൈക്ക് എടുത്തിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് കയ്യിലെടുത്തിട്ട്, ഇന്ന് എൻ്റെ ഞാൻ പറയാൻ പോകുന്ന സങ്കീർത്തനം 23ാമത്തെ സങ്കീർത്തനമാണ് പറയാൻ പോകുന്നത് പറഞ്ഞു. അവന്റെ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ, കുഞ്ഞു പയ്യനാണ്, 2 അവതരണ ശൈലി കേട്ടപ്പോൾ തന്നെ ഓഡിയൻസിന് ആവേശം കൊണ്ടു. ഇവന്റെ അവതരണം കേൾക്കാൻ തക്കവണ്ണം ഇവൻ ചാടിക്കൽ പറയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഇത് ഭയങ്കര ഗാംഭീര്യത്തോടെ, ഒരു സന്ദേഹമില്ലാതെ നല്ല ഫ്ലുവൻസി ആയിട്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഭയമില്ലായിരുന്നു. അവൻ നോക്കിയപ്പോൾ ഈ പച്ചവെള്ളം പോലും പഠിച്ചവർക്ക് ചില സമയത്തൊക്കെ അബദ്ധം പറ്റും. ഒരു മിസ്റ്റേക്ക് പറ്റിയ പിന്നെ മൊത്തം അബദ്ധമായിപ്പോകും. ഇവൻ വീണ്ടും ക്ഷമിച്ചിട്ട് 2ാമത്തെ വേഴ്സ് ആ വരി അവന് കിട്ടുന്നില്ല. പക്ഷെ ഇവന്റെ അവതരണ ശൈലി ഇപ്പം ഭാവം കണ്ടപ്പോൾ ജഡ്ജസ് പറഞ്ഞു, മോന് ഒരു ചാൻസ് കൂടി കൊണ്ട് ഇവർ ട്രൈ എന്ന് പറഞ്ഞു. അപ്പൊ അവന് വീണ്ടും ആ സമയം ആ ജഡ്ജസ് കൊടുത്തു. അവൻ വീണ്ടും പറയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഇത് പറയുമ്പോൾ എന്റെ തൊണ്ടടത്തിരിക്കുകയാണ്. പക്ഷെ അവൻ നല്ല ഗാംഭീര്യത്വം ഫ്ലുവൻസി ആയിട്ട് കുഞ്ഞു വായിക്കകത്ത് നല്ല കുഞ്ഞു സ്വരത്തിൽ നല്ല സ്ഫുടതയോടെ പറഞ്ഞപ്പോൾ ജഡ്ജസിനും ഓഡിയൻസിനും പാസ്റ്റേഴ്സിനും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും അവന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവന്റെ ആർത്തി അവൻ പറയുന്ന വാക്ക്. അവൻ വീണ്ടും അവൻ തലചോറിട്ടു. 2ാമത്തെ വേഴ്സ് അവൻ കിട്ടുന്നില്ല. അവൻ ജഡ്ജസ് 3 പേർ ചേർന്ന് പറഞ്ഞു, നമുക്ക് അവനൊരു സാധ്യത കൊടുക്കാം. അതുപോലെ മോനെ ഒരു ചാൻസ് കൂടി മോനുണ്ട്, കാര്യം അവന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. അടുത്തവൻ വീണ്ടും പറയാണ്, ഒട്ടും ആ ശൈലി കുറയ്ക്കാതെ തന്നെ അവൻ വീണ്ടും പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നോക്കിയപ്പോൾ അവന് 2ാമത്തെ വരി അവന് കിട്ടുന്നില്ല. അപ്പോൾ അവന് ടൈം കഴിഞ്ഞു. അവന് ടൈം കഴിഞ്ഞിട്ടും അവന് മുഖത്ത് നിന്ന് വരുന്നില്ല. ഭാവവ്യത്യാസവും അയ്യോ അടുത്ത് പറയാൻ പറ്റിയില്ലെന്നോ എന്നൊരു ചിന്ത അവന്റെ മുഖത്ത് ഒരിക്കലും പ്രകടമാകുന്നില്ല. അത്രയും നല്ല പ്രസന്ന ഭാവത്തോടു കൂടിയാണ് അവൻ നിൽക്കുന്നത്. അവൻ പോകുന്ന വഴിക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി, അത് മതി. ഏത് മതി? യഹോവ എന്റെ ഇടയനാണ്, അത് മതി. ആ പദം ജഡ്ജസും അവിടുത്തെ ഓഡിയൻസും പാസ്റ്റേഴ്സും ടീച്ചേഴ്സിനും ഭയങ്കര എഫക്റ്റായി. ഞാൻ ഈ വാക്ക് പറയണമെങ്കിൽ എത്രയോ വ്യക്തികൾ അവനെ കുറിച്ച് പറഞ്ഞ ശേഷമാണ് എൻ്റെ ചെവിക്കകത്തേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവനൊരു ഭയത്തോട് നിൽക്കുന്ന വ്യക്തി കുഞ്ഞായിരുന്നുവെങ്കിൽ, അവനൊരു പേടിത്തൊടനായിരുന്നുവെങ്കിൽ, അവനൊരു സ്റ്റേജ് ഫിയർ ഫീൽ ചെയ്യുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ, പറ്റത്തിന്റെ ടീച്ചർ എന്ന് പറഞ്ഞ് മാറിപ്പോയിരുന്നുവെങ്കിൽ എനിക്കും ആ പദം ആവർത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ പറഞ്ഞ അർത്ഥം അത് മതി. ഏത് മതി? എൻ്റെ കർത്താവ് എൻ്റെ ഇടയനായിരിക്കുന്ന അത് മതി. ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ചെറുതോ വലുതോ ആകട്ടെ ആ കാര്യങ്ങൾ നാം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് മതി. ദൈവം നമുക്ക് തന്ന കഴിവിനെ നമുക്ക് ചെയ്യാൻ തക്കണം പറ്റിയല്ലോ, അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ഒരു പുരുഷായുസ് എൻ്റെ കർത്താവിന് വേണ്ടി പ്രസംഗിപ്പാൻ, വിശുദ്ധമായി നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ, ആ കർത്താവിന്റെ കൽപ്പനകൾ കൂടെ സഞ്ചരിപ്പാൻ എളിയവൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചത് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിന് പറയാം, നമ്മുടെ കഴിവിനെ ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാകും. അതാണ് ഈ സന്ദേശം ഞാൻ പറഞ്ഞ മോനെ, നിനക്ക് ഈ ഒരു കഴിവുണ്ട്, സിസ്റ്റർ ഈ കഴിവുണ്ട്, അച്ഛാ ഈ കഴിവുണ്ട്, കുഞ്ഞ് നിനക്ക് ഈ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ആ കഴിവ് അവര് കഴിവുണ്ടെന്ന് പറയും. ഒന്ന്, ഈ പറഞ്ഞ വ്യക്തിക്ക് സ്വാർത്ഥതയില്ല. 2, ആ കഴിവിന് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗമാകണം, ടൈം വേസ്റ്റ് ആക്കാതെ. ഇതാണ് ആ വ്യക്തി നിസ്വാർത്ഥമായും ഹൃദയമായിട്ട് പറയുവാനിടയാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചവരെയും ഇനി അവതരിപ്പിക്കാനുള്ളവരെയും ദൈവം ആദരിക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് ഇതിനെ അഭിനയിക്കുന്ന ജയ്സന് വിശേഷാൽ സഭയുടെ ശുശ്രൂഷ നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ഇനിയുള്ള CAക്കും നമുക്ക് അനവധി നല്ല പ്രോഗ്രാംസുകൾ ആഡ് ചെയ്ത് ഒരു മാസം പോലും ഈ ശുശ്രൂഷകൾക്ക് മുടക്കപ്പെടുത്താതെ നടക്കുവാനും ഈ CAക്ക് അംഗത്തിനകത്ത് അനേകർ വന്ന് സംബന്ധിച്ച് ഒരു അല്പം പോലും സ്തോത്ര ഗ്യാപ്പില്ലാതെ ആ ശുശ്രൂഷ പങ്കാളിത്തം വഹിക്കാൻ കർത്താവ് അനുവദിക്കട്ടെ എന്നുള്ള ഹൃദയത്തോടുള്ള പ്രാർത്ഥനയോടുകൂടെ എന്നെ വാക്ക് ഞാൻ കുറിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. കലകോർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. മനോഹരമായ സന്ദേശം നൽകുവാൻ പാസ്റ്റർ ദേവതയിൽ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പാസ്റ്ററിന് സിയുടെ പേര് നന്ദി അറിയിക്കുന്നു. അടുത്തൊരു ഗ്രൂപ്പ് സോങ് പാടുവാനായി ക്ഷണിക്കുന്നു. മൈക്കെടുത്തോ? Hallelujah, Jesus. അങ്ങോട്ട് കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമിൽ അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം വ്യാകുലയായവളെ പ്രാവേ വാകായാണിവിടെ കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം വ്യാകുലയായവളെ പ്രാവേ വാകായാണിവിടെ കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ അരികളെത്തുന്നതിലേറ്റം ക്ഷീണിച്ചോ പ്രാവേ വിരുദുലഭിച്ചവരങ്ങാളിൽ ചൂടും പൊന്മുടിയെ താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ അരികളെത്തുന്നതിലേറ്റം ക്ഷീണിച്ചോ പ്രാവേ വിരുദുലഭിച്ചവരങ്ങാളിൽ ചൂടും പൊന്മുടിയെ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ പലവിധ മൂഢക്കടിമകളായി പാർക്കും പ്രാവേ വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഭേദം തീർപ്പാനായി ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കുന്നോ പ്രാവേ ദൂതഗണങ്ങൾ ഒരു നാളിൽ ഭൂമിയിൽ
പ്രിയകാന്തൻ ഖേദം തീർപ്പാനായി ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കുന്നു പ്രാവേ. ദൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ. കാഹളനാദം കേൾക്കാനായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി ക്രൂശിൽ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. കഷ്ടതയോ ബലപട്ടിണിയോ ഉണ്ടായിടട്ടെ. പ്രതിഫലമേറ്റം പെരുകിടും ബാധാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ. മഷികാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. കഷ്ടതയോ ബലപട്ടിണിയോ ഉണ്ടായിടട്ടെ. പ്രതിഫലമേറ്റം പെരുകിടും ബാധാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ. മഷികാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി ക്രൂശിൽ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ഗ്രൂപ്പ്സ പാടിയതായി ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ലേഖന വായനം അശോകനും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചുകൊണ്ടു. എനിക്ക് സ്നേഹമില്ല എങ്കിലും ഞാൻ മുഴങ്ങുന്നു. ചെമ്പോൾ ചില കൈത്താളം മാത്രമേ എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനം ഉപയോഗിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ച പോലെ സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമയ്ക്കായി ദയയ്ക്കായി കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അനുഷ്ഠിക്കുന്നുമില്ല, ദേഷ്യപ്പെടുന്നുമില്ല, ദേഷ്യം കണക്കിടുന്നുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുന്നില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണതയും വരുമ്പോഴും ആശ്വാസമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ലക്ഷമോ ഞാൻ ശിശുവായുള്ളവരെ തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമേഴിയെ കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെടുന്നത് പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വസിക്കുകയും പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതാവും സ്നേഹം തന്നെ. ആമേൻ. നന്ദി പറയുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കും.
God. So അടുത്തതായി ഒരു പാട്ട് ജെയ്സ്. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. അടുത്തതായി ഒരു സ്കിറ്റ് ബീന ചേച്ചി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഇതൊരു പ്രാക്ടീസും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ സഹോദരിമാർ ചേർന്നൊരു സ്കിറ്റ് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് സ്കിറ്റാണ്. ഒത്തിരി അപാകതകൾ ഉണ്ടാകും, ഒരു റിഹേഴ്സലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദയവായി ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ പേര് ഫെയ്ത്ത് ലൈവ് എന്നാണ് ഞങ്ങളുടെ ക്ലിനിക്. ചില ദിവസങ്ങളായി ഡോക്ടർ ബീന ക്രിസ്റ്റഫർ ചാർജ് എടുത്തിരിക്കുന്നു. ഈ ഒരാഴ്ച ഇവിടെ ഉണ്ടാകും. രോഗികളെ സൗജന്യമായി ചികിത്സിക്കുന്നതാണ്. ഓക്കെ, 4 മണിക്ക് നേരത്തെ ഒന്നും എല്ലാവരും എഴുതിയിട്ടിട്ടുണ്ട്, ടോക്കൺ എടുത്തിട്ടുണ്ട്. 4 മണി തൊട്ട് ഡോക്ടർ പ്രാക്ടീസ് തുടങ്ങുന്നതാണ്. ടോക്കൺ
വാർഡ് നമ്പർ 1. ഇത്ര സമയം എടുത്ത് ഇത്ര നേരം വന്നിരിക്കുന്നു. എന്താണ് പേരെന്താ? ഡോക്ടർ, എൻ്റെ പേര് ശോശാമ. എത്ര വയസ്സാ? 68. സ്ഥലം? നാലാഞ്ചിറ. ഇവിടെ അടുത്താണല്ലോ. അതെ. എന്താ ശോശാമ, അമ്മയുടെ അസുഖങ്ങൾ എന്തൊക്കെയോ? ഡോക്ടർ ഒന്നും പറയണ്ട. ഒരാഴ്ചയായി എനിക്ക് ആത്മീയമായി മുന്നേറുവാൻ കഴിയുകയും പിന്നെ അടുത്ത ആഴ്ച നോക്കണ്ട. ആത്മീയമായി ഭയങ്കര മടിയാണ്. പള്ളിയിൽ പോകാനോ ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഡോക്ടറെ? ഇത് ഈ ഇടക്കാലത്തായിട്ട് കാണുന്ന ഒരു അസുഖമാണിത്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നിരവധി അസുഖങ്ങൾ വാക്സിൻ എടുത്തു ഇങ്ങനെയൊക്കെ പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഈ രോഗത്തിൻ്റെ കാരണം ഇതൊരു അലർജിക് പ്രശ്നമാണ്. നിങ്ങൾ താമസിക്കുന്ന ആ ചുറ്റുപാട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരാഴ്ച ആത്മീയം എന്ന് പറയുന്നത് ഈ ആലയത്തിൽ കടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥന സമയങ്ങളാണ് ഈ ആത്മീയമായിട്ട് മുന്നേറുന്നത്. അതെ അതെ, ഒരാഴ്ച ഉപവാസ പ്രാർത്ഥന ഉപവസിക്കുക ചെയ്യുമെങ്കിലും പിന്നെ കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഉപവസിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ നിങ്ങൾ എന്നിട്ട് തിരിച്ചു പോകുന്നത് എവിടെയാണ്? ആത്മീയരുടെ ഇടയിലാണോ അനാത്മീയരുടെ ഇടയിലാണോ? ജടികമായി അതാണ് കാരണം. അതാണ് ഇതൊരു അലർജി പ്രശ്നമാണ്. ആ ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചർച്ചിൽ വന്ന് ഒരാഴ്ച ഉപവാസം, അപ്പോൾ ആത്മീയമായി തീയുടെ അനുഭവം, എന്നിട്ട് നേരെ ഈ അലർജി ഇതൊരു ആ ഏരിയയിൽ താമസിക്കുന്ന ഒരു പ്രശ്നമാണ്. നേരെ നമ്മൾ എവിടെയാണ് പോകുന്നത്? വെള്ളത്തിലാണ്. ഈ തീയെ കൊണ്ടുവന്ന് കെടുത്തുന്ന വെള്ളത്തിലാണ് നേരെ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം അങ്ങ് അണഞ്ഞു പോകും, പിന്നെ പുറകോട്ട് പോകും. മാത്രമല്ല ആ സമയത്ത് എന്തെന്നറിയാമോ, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ ചില മാവുകൾ പൂക്കുമ്പോൾ ആ പൂമ്പൊടിയായിരിക്കും ചിലർക്ക് പ്രശ്നം. അല്ലെങ്കിൽ ചില ഈ പശുക്കളെയൊക്കെ വളർത്തുന്ന അതിൻ്റെ പുറത്തുള്ള നായീച്ചകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ശരീരത്തിൽ എല്ലാവർക്കും ഇല്ല. ചിലർക്ക് തന്നെ ഓവർകം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകും. പക്ഷെ ചിലർ ഭയങ്കര വീക്കായവർക്ക് അതങ്ങോട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയാമോ, അവിടെ നിന്ന് താമസം മാറ്റണം. അവിടെ നിന്ന് ഈ അനാത്മികളുടെ ഇടയിൽ നിന്ന് മാറി ഒരു മറ്റൊരു സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഈ നമ്മൾ ഈ ആത്മീകമായ പക്വത പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരാഴ്ച ഉപവാസ സമയത്താണല്ലോ ഈ ആത്മീകമായ ഉത്തേജനം ഉണർവൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണെന്നറിയാമോ, രാവിലെ വിശ്വാസികളുടെ കൂടെ ബൈബിൾ വായന, പ്രാർത്ഥന, പിന്നെ ഈ അനാത്മീയരുടെ സംസാരങ്ങളൊന്നും കേൾക്കാൻ നമുക്ക് സമയമില്ല. ഈ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ സൺഡേ മാത്രമാണ് കാണുന്നത്. ആ സമയത്ത് നമ്മൾ എല്ലാം ഇവരുടെ കൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് ഇതൊന്നും അറിയത്തില്ല. അവർക്ക് ഈ ബൈബിൾ വായന അറിയത്തില്ല, പ്രാർത്ഥന എന്തെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ 24 മണിക്കൂർ നമ്മുടെ 2 ചെവിയിൽ കൂടെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഭൗതികമായ ചിന്തകൾ. അതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ ചുറ്റുപാടി പൂമ്പൊടി ഇങ്ങനെയൊക്കെയുള്ള പോലത്തെ ചില പ്രശ്നങ്ങളാണ്. നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അത് മാറി നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് മാറുകയാണെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാവുന്നത് എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ചുവന്ന നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷിയൊക്കെ തരുന്ന എന്താണ്? ചുവന്ന രക്താണുക്കൾ. പക്ഷെ ഇത് വെള്ള രക്താണുക്കളാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഇതിനെ അറ്റാക്ക് ചെയ്ത് അതിനെ ആക്രമിക്കും. കാരണം ഇങ്ങനെയുള്ള മാത്രമല്ല എന്തെന്നറിയാമോ, ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും അവർ ലൗകിക കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം നമുക്കൊന്ന് ചിന്തിക്കാം. ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ നമ്മളും അതിലോട്ട് അകപ്പെട്ടു പോയി അതിന് മറുപടി പറയാൻ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണമോ, ഞാനൊരു ടാബ്ലറ്റ് കുറിക്കുകയാണേ. ആ ടാബ്ലറ്റിൻ്റെ ഒരു സിറപ്പ് ഞാൻ കുറിക്കുന്നു. ആമേൻ എന്നാണ് ആ സിറപ്പിൻ്റെ പേര്, ആമേൻ. ഇത് ഈ ഇങ്ങനെ അനാത്മികമായ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ നമുക്കൊരു ടെൻഡൻസി വരും, എന്താണെന്നോ അതിൻ്റെ കൂടെ അങ്ങ് സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച കൊണ്ടുവന്ന ആത്മീയം അങ്ങ് ചോർന്നു പോയി. ഈ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ സിറപ്പ് 5 മില്ലി അങ്ങ് കുടിക്കണം. ഏതാണ്? ഈ ആമേൻ സിറപ്പ് 5 മില്ലി അങ്ങ് കുടിക്കണം. കുടിച്ചിട്ട്
പിന്നെ അതുപോലെ തന്നെ അത് ഏത് സന്ദർഭത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞ ഈ 5 മില്ലി കുടിക്കേണ്ട ആമേൻ. ലൗകികമായ സംസാരങ്ങൾ വരുമ്പോൾ നമ്മളും അത് കേട്ട് അതിൽ നമ്മൾ മറുപടി പറയേണ്ട കാര്യങ്ങളൊക്കെ വരാമെന്ന് ഇങ്ങനെ വായിങ്ങനെ അനങ്ങി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ 5 മില്ലി എന്ന് തോന്നുന്നു കുടിക്കണം. ഏതാണ്? ആമേൻ 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 കുടിക്കണം. അതിനുശേഷം നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ എപ്പോഴും ഒരു പ്രാർത്ഥന, ഒരു ഉപാസന എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥന ഉപാസന എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും. ആ സമയത്ത് അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു ആന്റിബയോട്ടിക് എഴുതി തരാം. എന്താണെന്നറിയാമോ? അത് മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത്. ഏതിലെന്നറിയാമോ? റോമർ 8:35 മായമില്ലാത്ത പാല് കിട്ടും. വചനം എന്നത് എന്താണ്? മായമില്ലാത്ത പാലാണ്. അപ്പൊ റോമർ 8:35 എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ഈ എന്ത് ചെയ്യണം? ഈ പാല് ഇത് പെട്ടെന്ന് എത്ര ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് എടുക്കണം. അതിന്റെ കൂടെ എന്ത് മിക്സ് ചെയ്യണം എന്നറിയാമോ? മൗനം മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ആദ്യം മൗനം മിക്സ് എടുത്തിട്ട് അതിന്റെ കൂടെ എന്ത് മിക്സ് ചെയ്യണം? ഈ റോമർ 8:35 മായമില്ലാത്ത ഈ പാല് കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കുടിക്കണം. ഈ സമയത്ത് ഇത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഏതാ? ഓ നിനക്കൊന്നും ഒരു പ്രാർത്ഥന. അവിടെ നമ്മൾ മറുപടി പറയാനൊന്നും അവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് തലയിൽ കയറത്തില്ല. നമ്മൾ ഈ ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആന്റിബയോട്ടിക് എപ്പോഴും കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത് അത്യാവശ്യം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഈ മരുന്ന് കഴിച്ചാൽ മതി. നല്ല വ്യത്യാസം ഉണ്ടാകും. ഇതിന്റെ ഞാൻ പറഞ്ഞത് ഇതൊരു താൽക്കാലികമായ ആശ്വാസത്തിനാണ് ഈ ആമേൻ 5 മില്ലി. ഏത് സന്ദർഭത്തിലാണ് ആമേൻ? ലൗകിക കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഉടനെ പറയാൻ പോകരുത്. ആ സമയത്ത് എങ്കിൽ നമ്മുടെ ആത്മീകം നമ്മൾ കൊണ്ടുവന്ന ഇതെല്ലാം ചോർന്നു പോകും. അതുകൊണ്ട് അവരുടെ ഇടയിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്കത് 2 ഇതുപോലെയുള്ള സന്ദർഭം ഈ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മൗനം എന്ന ആ 1/2 ഗ്ലാസ്സില് മറ്റേ എന്തോ ആന്റിബയോട്ടിക്കിന്റെ പേരെന്തോ റോമർ 8:35 ആന്റിബയോട്ടിക്കും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഞാൻ പറയുന്നത് എത്രയും വേഗം ഇവിടെ നിന്ന് താമസം എപ്പോഴും ആന്റിബയോട്ടിക് ഇങ്ങനെ കഴിച്ച് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ശരീരത്തിനൊക്കെ ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസത്തിനാണ് ഞാൻ തന്നത്. നമ്മുടെ ഗിലയാദ് എന്ന് പറയുന്ന ഒരു ഫാർമസി നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, ഫ്രണ്ടിൽ അവിടെ ഉണ്ടായിരിക്കും. ഇത് കൊടുത്തത് മേടിച്ചിട്ട് പോകും. ടോക്കൺ നമ്പർ 2. സമയമായിട്ട് വെയിറ്റ് ചെയ്യണം. നേരത്തെ വന്ന ശോശാമായി പ്രോബ്ലം ആയിരുന്നു കേട്ടോ. എന്താ ഒരാഴ്ചത്തന്നെ ഉള്ളൂ. അത് നമ്മളിപ്പം എന്താ പറയാ പൈസ ഒന്നും മേടിക്കുന്നില്ലല്ലോ. ഫ്രീ ആണ്. നമ്മള് ക്യാമ്പ് പോലെ നടത്തുന്നു. എന്താ പേര്? എന്റെ പേര് സാറാമ. എല്ലാ അമ്മമാരാണല്ലോ ഇപ്പൊ വരുന്നത്. 65. എല്ലാ ഈ 60 അത് കഴിയുമ്പോഴാണല്ലേ ഈ രോഗങ്ങളൊക്കെ ഇങ്ങനെ വീണത്. കാലുവേദന, മുട്ടുവേദന എല്ലാം ഉണ്ട്. ആഴ്ച പിന്നെ എന്താണ് അസുഖം? എന്താ പറയുക ഡോക്ടറെ, ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓർക്കും വരും. എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ട? അപ്പോഴാ ഇങ്ങനെ ഡോക്ടറിനെ കുറിച്ച് അറിഞ്ഞ് നല്ലൊരു ഡോക്ടർ വരുന്നുണ്ട്. ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമാണ് അല്ലാതിരിക്കുമ്പോൾ ഒരു ജോലി അടുക്കള ഇരിക്കുമ്പോൾ ഓർക്കം വരുന്നില്ല. വായിപ്പിക്കണം, ബൈബിൾ പഠിക്കണം വിചാരിക്കുമ്പോൾ ഓർക്കം വരും. ഇതിന് നമ്മൾ ടാബ്ലറ്റ് ഒന്നും കഴിക്കണ്ടല്ലോ. ഇത് കുറച്ച് ഇച്ചിരിയൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പണ്ടുള്ളവർക്ക് ഇതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10-12 വയസ്സുള്ള ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതിന് ഞാൻ സാധാരണയായിട്ടൊരു എക്സർസൈസാണ് പറഞ്ഞത്. ഈ ബൈബിൾ എടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉറക്കം വരുമ്പോൾ എക്സർസൈസ് ചെയ്യാൻ ഞാൻ 2 എക്സർസൈസ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഇത് ഈ എക്സർസൈസ് ഒരു
ദിവസമൊക്കെ എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഈ എക്സർസൈസ് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ നമ്മുടെ വായിക്കുകയാണെങ്കിൽ എന്താണെന്നറിയാമോ, ഏതൊക്കെയാണെന്നറിയോ? സ്തോത്രം. ഒന്നാമത്തെ എക്സർസൈസിന്റെ പേര് സ്തോത്രം. നമ്മൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ പോലെ ശബ്ദം സ്തോത്രം. അപ്പോൾ നമ്മുടെ വായിക്ക് ഇങ്ങനെ വികസിച്ചിട്ട് നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ആരോഗ്യം വരും. അതുപോലെ തന്നെ അടുത്തത് ഹല്ലേലൂയ. അത് നമ്മൾ വെറുതെ പറയാൻ പാടില്ല, രണ്ട് കൈ ഉയർത്തി തന്നെ ഉയർത്തി ഹല്ലേലൂയ പറയണം. അത് പതുക്കെയല്ല, ഹല്ലേലൂയ. സ്തോത്രം നമ്മള് സ്തോത്രം അതൊന്നും ഒരു പ്രശ്നമില്ല. അവര് കേൾക്കട്ടെ, അവരെ അവർക്ക് കൂടെ നമ്മള് അതാണ് അവരും കൂടെ പ്രാർത്ഥിക്കട്ടെ ആ സമയത്ത്. ഓക്കെ, സ്തോത്രം ഹല്ലേലൂയ. ഈ രണ്ട് എക്സർസൈസ് ചെയ്യണം. ഇനി ഒരു എക്സർസൈസ് കൂടെ ഉണ്ട്, അത് സഹിക്കാൻ പറ്റാതെ കണ്ടീഷൻ അങ്ങ് ഉറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് അത് ഒരു രോഗാണുമാണ്. ഈ എന്താ പറയുക, ഉറക്കം കൊണ്ടുവരുന്ന യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ്ലി അതൊരു രോഗമാണ്. ഒരു അതിന്റെ പേര് പിശാച്. പിശാച് കാരണം എന്തെന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ഉറക്കം വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഈ ബൈബിൾ എടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമാണ് അത് ഒരു രോഗമാണ്. ആ രോഗാണുവിന്റെ പേരാണ് പിശാച്. ആ പിശാചിനെ, ആ രോഗാണുവിനെ കൊല്ലാൻ വേണ്ടി പോസാക്കാൻ എന്ന് അങ്ങനെ എന്താണ് മൂന്നാമത്തത് എക്സർസൈസ്? പോസാക്കാൻ. ആദ്യം സ്തോത്ര ഹല്ലേലൂയ, എന്നിട്ട് വീണ്ടും നമ്മളപ്പോ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഒക്കെ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ബൈബിളൊക്കെ വായിക്കണം, എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. വീണ്ടും നമുക്ക് അത് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആരാണ് ആ രോഗാണു. അതാണ് എന്നെ ഒരു വിധത്തിലും പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ സമ്മതിക്കാത്ത സാത്താനാണ്, രോഗാണുവാണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? പോസാക്കാൻ. ഈ 3 ഗുളിക ഇത് ഒരു എക്സർസൈസ് ആണ്, പക്ഷെ ഇതിനും കൂടെ ചേർത്ത് ഞാൻ ഈ 3 കൂടെ ചേർത്ത് ഒരു സിറപ്പ് പോലെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മതി. എക്സർസൈസ് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ആവശ്യമുള്ളതിന് നമ്മൾ മരുന്നൊന്നും കഴിക്കുന്നത് നല്ലതല്ല. അപ്പൊ ഈ എക്സർസൈസ് കൊണ്ട് ഫലം കാണുന്നില്ല, നിങ്ങൾ ഒരാഴ്ച ഇത് ചെയ്തു നോക്ക്. ഫലം കണ്ടില്ലെങ്കിൽ ഞാൻ എഴുതി തരുന്ന ഇത് കൊണ്ട് അവിടെ ഫാർമസിയിൽ കൊടുത്ത് മേടിച്ച് കഴിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഒന്നും വ്യത്യാസം ഇല്ലെങ്കിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും. ഞാൻ കൊടുത്ത രോഗികൾക്ക് എല്ലാം വ്യത്യാസം ഉണ്ടായി എക്സർസൈസ് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, എല്ലാവരും പാത്രം മേടിച്ചു. ഓക്കെ, ഒത്തിരി സന്തോഷം. അടുത്ത 3 ടോക്കൺ നമ്പർ 3. പെട്ടെന്ന് വലിയ തിരക്കുള്ള ഡോക്ടർ ഓടിപ്പോ. എന്താ പേര്? തങ്കമണി. നേരത്തെ വന്ന എല്ലാ അമ്മമാരാണ്. എന്തായാലും മണി പേര് വയസ്സ് 50. എവിടെ സ്ഥലം എവിടെയായിരുന്നു? എന്തായിരുന്നു രോഗം? പ്രശ്നം ഡോക്ടറെ, രാവിലെ ആരാധനയ്ക്ക് വരാനുള്ള മടി, എണീക്കാനുള്ള മടി. എന്റെ മൂത്ത മോൻ ഇതാണ് പ്രശ്നം, രാവിലെ ആരാധനയ്ക്ക് വരാനുള്ള മടി. അതിനുള്ള എന്തെങ്കിലും പ്രകൃതി പറഞ്ഞു. അപ്പം പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരികയാണ്. അത് നിങ്ങൾ എന്താ പറയാൻ വേറെ ഇതിപ്പം ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ നേരത്തെ വന്ന രോഗിയോട് ഞാൻ പറയുകയുണ്ടായി, ഈ കോവിഡിന് ശേഷം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു മടി ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഇത് വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും വയറ്റില് എല്ലാ ദിവസവും രാവിലെ ഒരു 2 ആഴ്ച ഞാൻ എഴുതി തരുന്ന ഈ മരുന്ന് കഴിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ വചനം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഇത് 2 സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്ന 2 സാധനങ്ങളുടെ അഭാവം, ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഈ 2 സാധനങ്ങളുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആരാധനയ്ക്ക് പോകാനുള്ള മടി. രാവിലെ ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ചാൽ രാവിലെ വന്നാൽ പിന്നെ രാത്രി വരത്തില്ലേ? രാത്രി വന്നാൽ രാവിലെ വരത്തില്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ പൊതുവിൽ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ ഞായറാഴ്ച വെളുപ്പിന് എണീറ്റ് വരാനും മടി. ഓക്കെ, അത് സാരമില്ല. ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ
പാലാണല്ലേ ഉപയോഗിക്കുന്നത്? കവർ പാലാണ്. പശു. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതിന് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ഈ മടി മാറാനുള്ള, ഈ ആരാധനയ്ക്ക് പോകാനുള്ള മടി മാറാനുള്ള ഒന്നും അതിൽ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ വൈറ്റമിൻ അടങ്ങിയാൽ ഇത് കുടിച്ചാൽ മതി. അതെന്തെന്നറിയാമോ? അതൊരു 10 മില്ലി വചനം എന്ന മായമില്ലാത്ത പാൽ. നിങ്ങൾ മോൻ ഒരു 5 മില്ലി എന്ന് പറഞ്ഞ പ്രായം കുറവല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്തിരി പ്രായം കൂടിയതായതുകൊണ്ട് 10 മില്ലി, മോന് ഒരു 5 മില്ലി. എന്താണ് വചനമെന്ന മായമില്ലാത്ത പാൽ? ഒരു 5 മില്ലി. ഇങ്ങനെ ഓരോ വാക്യങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പഠിക്കണം. ഇത് നമ്മുടെ ഉള്ളിലാകണം. വചനം ഉള്ളിലില്ലാത്തോണ്ടാണ് ഈ മടികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. വചനം ഉള്ളിലുണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പോകണം പോകണം പോകണം, ആരാധന കൂട്ടം, അയ്യോ ചർച്ചിൽ ആരാധനയാണ്, എനിക്ക് പെട്ടെന്ന് പോകണം, ഇങ്ങനെയുള്ള ഒരു ആർത്തി ഉണ്ടാകും. അപ്പൊ എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? വചനം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത ആ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോ നിങ്ങള് അമ്മ 10 മില്ലി, മോന് 5 മില്ലി, എന്താണ് വചനമില്ല മായമില്ലാത്ത പാൽ. ഇതിന്റെ കൂടെ അഭിഷേക തൈലം അതും കൂടെ ചേർക്കണം. നിങ്ങൾ ഈ ഇടക്കാലത്തായിട്ടാണ് ചർച്ചയിൽ വന്നു തുടങ്ങിയല്ലേ? പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ അഭിഷേക തൈലം അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും, ഒളിച്ച് വെച്ചിരിക്കും, ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ വന്ന സമയത്ത് അഭിഷേക തൈലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തത്, അത് കുടിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അഭിഷേക തൈലവും ഈ വചനവും, അഭിഷേകം, ആ ശക്തി, ആ അഭിഷേകവും വചനവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ മടിയെല്ലാം മാറി നമുക്ക് എപ്പോഴും ആരാധനയ്ക്ക് കടന്നു വരണമെന്നുള്ളൊരു വാഞ്ചയുണ്ട്. എപ്പോഴാണ് കഴിക്കേണ്ടത്? രാവിലെ. എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിലാണ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. എന്തൊക്കെയാണ്? 10 മില്ലി മായമില്ലാത്ത പാല്, അതിന്റെ കൂടെ അഭിഷേക തൈലവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഓക്കെ. ഫാർമസി അറിയാലോ? അവിടെയുള്ള നമ്മുടെ ഗിലാദ്, അതിൽ നിന്ന് തന്നെ മേടിക്കണം. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. ശരി. ഇത് ടോക്കൺ നമ്പർ 4. നിങ്ങളെ പോലെ അമ്മ നേരത്തെ വന്നായിരുന്നല്ലോ. നിങ്ങളെ ട്വിൻസ് ആണ്? അല്ലല്ല, അയൽവാസിയാണ്. ഓ, അപ്പൊ നിങ്ങളൊരു മൊത്തം വസ്തുവൊക്കെ ഇട്ടേ നടക്കത്തുള്ളായിരിക്കും. എന്താ പേര്? എലിസബത്ത്. എവിടെയാ സ്ഥലം? പാവട്ടുകൊണ്ട്. നമ്മുടെ ഈ നാലാത്തുള്ള എലിസബത്ത് ഡോക്ടർ ഉണ്ട്, അറിയോ? ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്. ഇപ്പൊ റിട്ടയർ ആയി തോന്നുന്നു, പക്ഷെ ഞാൻ റിട്ടയർ ആയില്ല. എത്ര വയസ്സ് എലിസബത്തിന്റെ വയസ്സ്? 62. എന്താണ് അസുഖം? എൻ്റെ ഡോക്ടർ ഒന്നും പറയണ്ട. ഉറക്കമില്ല, ഒട്ടും ഉറക്കമില്ല. കുറെ ആശുപത്രിയിലൊക്കെ പോയി കുറെ മരുന്നുകളൊക്കെ വാങ്ങിച്ചു കുടിച്ചെങ്കിലും ഒട്ടും സൗഖ്യമായില്ല. ഒട്ടും ഉറക്കമില്ല. അപ്പൊ എനിക്ക് ഒരു സംശയം, നിങ്ങൾക്ക് ചർച്ചിൽ വരുമ്പോ ഉറക്കമുണ്ടോ? ചർച്ചിൽ വരുമ്പോഴും ഇല്ല. ചർച്ചിൽ വരുമ്പോഴും ഉറക്കമില്ല, വീട്ടിൽ പോകുമ്പോ. നിങ്ങൾ പോകുന്ന ചർച്ചിന്റെ പേരെന്താണ്? ഫെയ്ത്ത് അവിടുത്തെ പാസ്റ്റർ പേര്? പാസ്റ്ററിന്റെ ഉറക്കമില്ല, അതാണ്. അപ്പൊ നിങ്ങൾ ചർച്ചിന്റെ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും ഇരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. അതാണ്. അപ്പൊ ഈ പാസ്റ്ററിന്റെ ഇങ്ങനെ വാക്യങ്ങളൊക്കെ നേരിട്ട് വന്നടിക്കുന്നത്. അപ്പൊ ആ ഒരു ശക്തി കൊണ്ടാണ്. ഇതൊരു രോഗമൊന്നും അല്ല. നിങ്ങൾ വിഷമിക്കാതെ. നിങ്ങൾ ആരെങ്കിലും കളിയാക്കുന്നു? വീട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ടോ ഉറക്കമില്ലെന്ന്? അത് രോഗമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അതൊരു പ്രത്യേകമായ ഒരു അഭിഷേകം നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. അത് മാത്രമല്ല, നിങ്ങളുടെ പാസ്റ്ററും അങ്ങനെയാണല്ലോ. അപ്പോൾ പാസ്റ്ററിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഡയറക്റ്റായിട്ട് അതിങ്ങനെ വാക്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ കേട്ടിട്ടാണ് അടുത്തുള്ളവർക്ക് അത് കൊടുക്കുന്നത്. പുറകിലോട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. പാസ്റ്റർ അങ്ങനെയാണ്. ഓരോ ദിവസം പുതിയ പുതിയ വചനങ്ങളൊക്കെ പറയുമെന്ന് ഇവിടെ വന്ന രോഗികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉറക്കമില്ലായ്മ ആ സഭയിൽ ഫെയ്ത്തിൽ അതിന് പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായല്ലോ, ഒരു ഫുഡ് പോയ്സൺ ഉണ്ടായി. പല ആശുപത്രികളിൽ പോയവരെല്ലാം പറഞ്ഞു ഏജി അടൂരി പോയി ഫുഡ് കഴിച്ചവരാണെന്ന്.
അപ്പൊ എല്ലാവരും മനസ്സിലായി അതാണ്. അതുപോലെ ഇവിടെ ഉറക്കമില്ലാതെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും ഫെയ്ത്തിലേക്ക് ചർച്ചയിൽ പോവുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ അങ്ങോട്ട് ഞാൻ ചോദിച്ചത്. അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവിടുത്തെ. അപ്പോൾ ഞാൻ പറയുന്നത് രോഗമൊന്നുമല്ല കേട്ടോ, ഒന്നുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. എന്താണെന്നറിയാമോ, ഈ പള്ളിയിൽ വരുമ്പോൾ ഉറക്കമില്ലാത്ത നമ്മുടെ പിള്ളേരുടെ മറ്റേ അവിടെ ഒരു സാമുണ്ട് ഇങ്ങനെ കൊട്ടൊക്കെ അടിക്കും അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഒട്ടും ഉറക്കം വരത്തില്ല. പിന്നെ വചനവും നല്ല വചനങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഒട്ടും വരാം. അതൊന്നും ഒരു രോഗമേ അല്ല, അത് നമുക്ക് നല്ലത്. നമുക്ക് പ്രതിരോധ ശേഷി കൂടിയതുകൊണ്ടാണ്. മറ്റേ ഈ ചിലർക്ക് ആണെങ്കിൽ ഇവിടെ വരുന്ന രോഗികൾ എന്തെന്നറിയാമോ, മടി, ആരാധനയ്ക്ക് വരാൻ മടി. അതുപോലെ ചില രോഗികൾ വന്ന് എന്താണെന്നറിയാമോ, ഒരാഴ്ച ആത്മീയമായി വരും, പിന്നെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, ഈ ഉറക്കമില്ലാത്ത സമയത്ത് അങ്ങനെ എന്നാലും ഇച്ചിരിക്കൊക്കെ ഒരപ്പൊക്കമായി അല്ലേ, അതൊക്കെ മതി. കാരണം ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറയും, ഉറക്കമില്ലാത്ത സമയത്ത് നിങ്ങൾ എണീറ്റൊന്ന് പ്രാർത്ഥിക്കുമല്ലോ അല്ലേ. പള്ളിയിലായാലും ഉറക്കമില്ല, വീട്ടിലായി ഉറക്കമില്ലാതിരിക്കുന്ന സമയത്ത് എന്തായാലും എണീറ്റൊന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ദൈവം എന്തെങ്കിലും സ്വപ്നങ്ങൾ ദർശനങ്ങളൊക്കെ കാണാറുണ്ടോ? വാക്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പറയും, ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കണം. പാസ്റ്റിങ്ങനെ ഇതുപോലെ പുതിയ മെസ്സേജുകളൊക്കെ പറയുന്നത് അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ആ വാക്യങ്ങൾ കിട്ടും. ഈ ഇങ്ങനെ ഉറക്കമില്ലാത്ത സമയത്ത് ഈ കിട്ടിയ വാക്യങ്ങൾ എങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതുപോലെ പാസ്റ്റ് പ്രസംഗിക്കുന്ന പോലെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ സമാധാനമായില്ലേ? വീട്ടുകാരെ ആക്ഷേപിക്കുമെങ്കിൽ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ കാര്യമാക്കേണ്ട. ഇതെല്ലാം ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണെന്ന് മാത്രം മനസ്സിലാക്കി. ഇതൊരു രോഗമേ അല്ല. നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ രോഗം എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ഈ ഉറക്കമില്ലാന്ന് പറഞ്ഞ് ക്ഷീണമൊന്നുമില്ലല്ലോ. അതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഗിഫ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി ഉറങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആ പാസ്റ്റർ പ്രസംഗം ഫ്രണ്ടിൽ നിന്ന് കേൾക്കാതെ ഏറ്റവും ബാക്കി പോയിരുന്നാൽ മതി. നിങ്ങൾക്ക് മടിയും ഉറക്കവും മറ്റേ പിശാചിന്റെ രോഗാണുക്കൾക്ക് കിട്ടിക്കൊടുക്കും. അതുകൊണ്ട് അവിടെ ഇരിക്കാതെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, പേടിക്കാൻ ഒന്നുമില്ല. ഇതുകൊണ്ട് ഒന്നും പാസ്റ്ററിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒന്നും നേരത്തെ വന്നവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ തിരക്കുണ്ടോ ഡോക്ടറിന്റെ? ഒരു കാര്യം കൂടെ വരാനുള്ളത് വന്നോളൂ. ഡോക്ടർ ഞാൻ വന്നിരുന്നേ, കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ഞാന് പക്ഷേ ഇന്ന് അപ്പോയിന്റ്മെന്റ് തരാത്തവരൊന്നും നോക്കാറില്ല. എന്നാലും പാവം ഡോക്ടർ ഞാൻ 2 ദിവസം മുന്നേ വന്നിരുന്നേ. ഡോക്ടർ എനിക്കൊരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു, ഒരു എക്സസൈസ്. അത് കഴിച്ചപ്പോൾ എനിക്ക് എപ്പോഴും ബൈബിള് വായിക്കണം, ഉറക്കമേ ഇല്ല. ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. അത്രയും നല്ലൊരു മെഡിസിൻ കുറേ അന്വേഷിച്ചിട്ട് അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും ഡോക്ടറെ കാണുമെന്നൊരാഗ്രഹം. അപ്പൊ ഞാൻ അന്ന് വന്നപ്പോൾ ഫീസാവൊന്നും തന്നില്ല. എല്ലാവരും ഭയങ്കര ഫീസൊക്കെ മേടിക്കില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ബൈബിൾ പഠിച്ചുകൊണ്ട് മനസ്സിൽ തോന്നി ആ ഡോക്ടർ ഒന്നുകൂടെ പോയി ഒന്ന് കണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റ് തരട്ടെ. ഡോക്ടർ മേടിക്കുമോ? കൈക്കൂലിയൊന്നും അല്ല, ഗൂഗിൾ പേ ചെയ്യാനൊന്നും ഇല്ല. ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒത്തിരി രോഗികൾ ഇവിടെ വന്ന് ചെയ്ത്